ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സൈറ്റ് വരുന്നത് മണ്ണാർക്കാടാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ സൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസാണ് വരുന്നത്. വീട് വെക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോസാണ് വരുന്നത്. അതിന് ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ബാത്റൂമിന്റെ ഒരു വലിയ വിഷയം കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെറ്റിങ്സ് കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ബാത്റൂമിന്റെ ഭാഗം വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഒരു സൈഡ് വരുന്നതെന്നുണ്ടെങ്കിൽ ബേസിന്റെ സെക്ഷനാണ് വരിക, അതുപോലെ തന്നെ ഈ ക്ലോസറ്റിന്റെ സെക്ഷൻ, അതുപോലെ തന്നെ ഈ ഒരു ഏരിയ വരുന്നത് ഇതിന്റെ ഷവറിന്റെ സെക്ഷൻ വരുന്നത്. ഇഷ്ട സൈഡിൽ പോകുമ്പോൾ ഇവിടെ ആയിരിക്കും ഇതിന്റെ ക്ലോസറ്റ് ഇല്ല, നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഇതിന്റെ ഷവറിന്റെ സെക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ ഒരുപാട് സൈഡിൽ നമ്മളിപ്പോ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ കൊടുത്താൽ ഒരിക്കലും അത് സൂട്ടബിൾ ആയിട്ടില്ല, കാരണം ബുദ്ധിമുട്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആ സൈഡിൽ കുളിക്കൽ കഴിഞ്ഞ് കുളിക്കാണെങ്കിൽ കംപ്ലീറ്റ് വെള്ളത്തിന്റെ സ്റ്റോറേജില്ല. അപ്പൊ നമ്മളൊരു ബാത്റൂം യൂസിങ്ങിന് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നില്ല. അപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്ന ബാത്റൂം വർക്ക് തുടങ്ങുന്നവരാണെങ്കിലും പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യാം. ഫസ്റ്റില് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം ഈ സൈഡിലേക്ക് വേണം നമ്മുടെ ക്ലോസറ്റിന്റെ സെക്ഷൻ ഇവിടേക്ക് കൊടുത്തിട്ട് ഇതൊരു ഏകദേശം ഒരു 2 ഇഞ്ച് ലെവലില് ഇത് താഴ്ത്തി കൊടുത്തിട്ട് അതുപോലെ തന്നെ ഇതൊരു വെറ്റേരി ആക്കി മാറ്റും. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ സ്പ്രേ ആയി മാറ്റിയിട്ട് ഈ ഒരു ഫ്ലോർ മെയിൻ ഫ്ലോറിലേക്ക് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിലേക്ക് ഇറങ്ങുന്ന ഒരു സെക്ഷൻ ആക്കി മാറ്റുക. അതുപോലെ തന്നെ ടൈലിന്റെ സെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും വാട്ടർ പ്രൂഫ് നമ്മൾ ചെയ്യണം. വാട്ടർ പ്രൂഫ് ചെയ്തതിനു ശേഷം അത് സ്പേസ് ആയിട്ട് ചെയ്യാൻ നിർബന്ധമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും എന്തെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വാൾവ് എന്തായാലും ഈ വെള്ളം നേരെ അപ്പുറത്തേക്ക് സ്പ്രെഡ് ആവും. അപ്പൊ ആ സൈഡിലുള്ള വാൾഡ്രോബ് ആണെന്നുണ്ടെങ്കിൽ ആ വാൾഡ്രോബിന്റെ അകത്തേക്ക് ഇതിന്റെ ഈർപ്പം വന്ന് ബുദ്ധിമുട്ടാവും. അതാണ് മിക്ക സൈറ്റിൽ വരുന്നത്. ഈ സ്പേസർ ഇടില്ല, അതേപോലെ ഒരു കറക്റ്റ് ജോയിന്റ് കൊടുത്തിട്ട് അത് ചെയ്യുന്നില്ല. അപ്പൊ അത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിന്റെ ഓട്ടയും അതേപോലെ ഈ വെള്ളത്തിന് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഒഴിവായിരിക്കും. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കും. ഓക്കെ.
ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സും കറക്റ്റ് ആയിട്ട് ഓരോ പൊസിഷനിൽ നമ്മളത് കൊടുക്കണം. എന്നാലുള്ള നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂം സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും, ഡ്രേ ഏരിയയും വെറ്റ് ഏരിയയും 2 സെക്ഷനാക്കി 2 ലെയറാക്കി മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ അതിന്റെ ബേസിന്റെ സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും ക്ലോസറ്റിന്റെ സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഷവറിന്റെ സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും അത് ഒരു കറക്റ്റ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകാൻ കഴിയും. മറ്റേതാവുമ്പോൾ ഈ വെള്ളത്തിന്റെ വലിയൊരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അതിന്റെ സെറ്റിംഗ്സ് എങ്ങനെയാണെന്നുള്ളത് പ്ലാനിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ടിന്റെ പ്ലാനാണ് ഈ കാണുന്നത്. അപ്പൊ ഇതിൽ ഓരോ ഫർണിച്ചറും കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെ ബെഡ്റൂമിന്റെ സെക്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സെറ്റിംഗ്സ് നോക്കാം. അതിന്റെ കോട്ടാണെന്നുണ്ടെങ്കിലും സൈഡ് ടേബിൾ ആണെന്നുണ്ടെങ്കിലും പിന്നെ അടുത്ത സെക്ഷൻ വരുന്ന നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോയ്ലറ്റിന്റെ സെക്ഷനാണ്. ഈ ഒരു സെക്ഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഈ ഒരു സെക്ഷൻ കണ്ടില്ല, ബേസിന്റെ സെക്ഷനാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ അതിന്റെ ക്ലോസറ്റിന്റെ സെക്ഷൻ, അതുപോലെ ഷവറിന്റെ സെക്ഷനാണ് ഈ വരുന്നത്. അപ്പൊ ഇതിന് 2 ലെയറായിട്ടാണ് നമ്മൾ മാറ്റിയിട്ടത്. മെയിൻ ഫ്ലോറിംഗ് ആണ് ഈ വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഡ്രൈ ഏരിയയാണ് ഈ വരുന്നത്. അതിന്റെ വെറ്റ് ഏരിയയാണ് ഈ വരുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് സൈറ്റിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനും വർക്കേഴ്സിന് കഴിയും. മറ്റേത് ഓർഡർ ഇല്ലാത്ത രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈറ്റിലും അതേ അപാകത സൈറ്റിലും വരും. അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ബാത്റൂം സെറ്റിംഗ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് അത് മിസ്റ്റേക്ക് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യുന്നവർ ഈ ഒരു ഇത് ഫോളോ അപ്പ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിനകം വൃത്തിയായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇത് ഒരുപാട് ആളുകൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, പക്ഷെ അറിയാത്തവരോടാണ് ഈ പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്താൽ നന്നായിരിക്കും അത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.